വാർത്തകൾ വിശദമായി. രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം 1.5 ലക്ഷത്തിന് മുകളിലെത്തി. മഹാരാഷ്ട്രയിൽ 24 മണിക്കൂറിനിടെ 41,434 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഒമിക്രോൺ രോഗികളുടെ എണ്ണം 1000 കവിഞ്ഞു. 1009 പേർക്കാണ് ഇതുവരെ ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. ഡൽഹിയിൽ 20,181 പേർക്കും തമിഴ്നാട്ടിൽ 10,978 പേർക്കും കോവിഡ് റിപ്പോർട്ട് ചെയ്തു. അതേസമയം രാജ്യത്ത് കരുതൽ ഡോസ് വിതരണം നാളെ തുടങ്ങും. ഇതിനുള്ള ബുക്കിംഗ് ഇന്ന് തുടങ്ങും. നേരത്തെ 2 ഡോസ് വാക്സിൻ എടുത്ത ഫോൺ നമ്പർ ഉപയോഗിച്ച് കോവിൻ മൊബൈൽ ആപ്പ് വഴിയാണ് ബുക്ക് ചെയ്യേണ്ടത്. ബുക്ക് ചെയ്യാത്തവർക്കും വാക്സിനേഷൻ കേന്ദ്രത്തിൽ നേരിട്ടെത്തി വാക്സിൻ എടുക്കാം. ആരോഗ്യ പ്രവർത്തകർ, മുന്നണി പോരാളികൾ, തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ളവർ തുടങ്ങിയവർക്കും ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കാനാകും. തമിഴ്നാട്ടിൽ ഇന്ന് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. രാവിലെ 6 മണി മുതൽ നാളെ രാവിലെ 5 മണി വരെയാണ് ലോക്ക്ഡൌൺ. കർണാടകയിൽ വാരാന്ത്യ കർഫ്യൂ തുടരുന്നു. സംസ്ഥാനത്തെ കരുതൽ ഡോസ് കോവിഡ് വാക്സിനേഷനുള്ള ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചു. ഓൺലൈൻ ബുക്കിംഗ് ചെയ്യാൻ കഴിയാത്തവർക്ക് ആശുപത്രികളിൽ സ്പോട്ട് ബുക്കിംഗിനും സൗകര്യമുണ്ട്. കോവിഡ് വാക്സിനേഷനിലെ മറ്റൊരു സുപ്രധാന ചുവടുവയ്പിലേക്ക് കൂടിയാണ് കേരളം നാളെ കടക്കുന്നത്. ആരോഗ്യ പ്രവർത്തകർ, കോവിഡ് മുന്നണി പോരാളികൾ, 60 വയസ്സ് കഴിഞ്ഞ അനുബന്ധ രോഗമുള്ളവർ എന്നിവർക്കാണ് കരുതൽ ഡോസ് നൽകുക. 2ാം ഡോസ് എടുത്ത് 9 മാസങ്ങൾ കഴിഞ്ഞവർക്ക് മാത്രമേ കരുതൽ ഡോസ് വാക്സിൻ എടുക്കാൻ കഴിയൂ. കരുതൽ ഡോസിനായി ഓൺലൈൻ ബുക്കിംഗും ആശുപത്രികളിൽ നേരിട്ടെത്തി ബുക്ക് ചെയ്ത് വാക്സിൻ എടുക്കാനുള്ള സൌകര്യവും ഒരുക്കിയിട്ടുണ്ട്. കരുതൽ ഡോസ് വാക്സിനേഷനായി വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ടതില്ല. www.cowin.gov.in വഴിയാണ് ഓൺലൈൻ ബുക്കിംഗ് നടത്തേണ്ടത്. നേരത്തെ 2 ഡോസ് വാക്സിൻ എടുത്തപ്പോൾ നൽകിയ ഫോൺ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം 2 ഡോസ് വാക്സിൻ എടുത്തതിന് താഴെ കാണുന്ന പ്രിക്കോഷൻ ഡോസ് എന്ന ഐക്കണിന്റെ വലതുവശത്ത് കാണുന്ന ഷെഡ്യൂൾ പ്രിക്കോഷൻ ഡോസ് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യണം. ഇവിടെ സെന്ററും സമയവും ബുക്ക് ചെയ്യാൻ കഴിയും. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്ത് കോവിഡ് ഒമിക്രോൺ രോഗികളുടെ എണ്ണം ഉയരുന്നു. ഇന്നലെ 5,944 കോവിഡ് രോഗികളാണ് സ്ഥിരീകരിക്കപ്പെട്ടത്. ഇതോടെ ചികിത്സയിലുള്ള കോവിഡ് രോഗികളുടെ എണ്ണം 30,000 കടന്നു. ഇന്നലെ 23 പേർക്കാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. ഇതോടെ സംസ്ഥാനത്ത് ആകെ ഒമിക്രോൺ ബാധിതരുടെ എണ്ണം 328 നോ റിസ്ക് രാജ്യങ്ങളിൽ നിന്നും 225 പേരും ഹൈ റിസ്ക് രാജ്യങ്ങളിൽ നിന്നും ആകെ 68 പേരും എത്തിയിട്ടുണ്ട്. 33 പേർക്കാണ് ആകെ സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കുള്ള കോവിഡ് വാക്സിൻ ഇനി സ്കൂളുകളിലേക്ക്. തൃക്കാക്കര നഗരസഭയാണ് വിദ്യാർത്ഥികൾക്ക് വാക്സിൻ സ്കൂളുകളിൽ എത്തിച്ചു നൽകാൻ തീരുമാനിച്ചത്. മാനസികവും ശാരീരികവുമായി വെല്ലുവിളി നേരിടുന്ന കുട്ടികൾ ആശുപത്രികളിലെത്തി വാക്സിൻ എടുക്കുന്നതിന്റെ ബുദ്ധിമുട്ട് ചൂണ്ടിക്കാട്ടിയുള്ള ന്യൂസ് 18 വാർത്തയെ തുടർന്നാണ് നഗരസഭയുടെ ഇടപെടൽ. മാനസികവും ശാരീരികവുമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ ആശുപത്രികളിൽ എത്തിച്ച കോവിഡ് വാക്സിൻ എടുക്കണമെന്നാണ് സർക്കാരിന്റെ നിർദ്ദേശം. ഇത് ഏറെ ബുദ്ധിമുട്ടാണ് കുട്ടികൾക്കുണ്ടാക്കുന്നത്. പരിചിതമല്ലാത്ത ചുറ്റുപാടുകളിൽ കുട്ടികൾ സാധാരണ രീതിയിൽ പെരുമാറുകയില്ല. പുറത്തു പോകുന്നത് കുട്ടികളിലെ രോഗസാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. കുട്ടികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടിയുള്ള ന്യൂസ് 18 വാർത്തയെ തുടർന്നാണ് വാക്സിൻ സ്കൂളുകളിൽ എത്തിച്ചു നൽകാൻ തൃക്കാക്കര നഗരസഭ തീരുമാനിച്ചത്. നഗരസഭയുടെ പരിധിയിലെ 3 സ്പെഷ്യൽ സ്കൂളുകളിലെ കുട്ടികൾക്ക് വാക്സിൻ എത്തിച്ചു നൽകണമെന്ന ചെയർപേഴ്സൺ അജിത തകമ്പന്റെ ആവശ്യം ആരോഗ്യവകുപ്പ് അംഗീകരിച്ചു. 3 പ്രൈമറി ഹെൽത്ത് സെന്ററുകളിൽ നിന്നും ആരോഗ്യ പ്രവർത്തകരെത്തി കുട്ടികൾക്ക് വാക്സിൻ നൽകും. നമുക്ക് 3 സ്പെഷ്യൽ സ്കൂളുകളാണ് ഉള്ളത്. ഒന്ന് നമ്മുടെ സ്നേഹനിലയം, ചെമ്പുമുക്കിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന സ്നേഹനിലയം. 2ാമത് ചിറ്റേത്തുകരയിലുള്ള ഹോം ഓഫ് ഫെയ്ത്ത്. പിന്നെ 3ാമത് കുസ്മഗിരിയിലുള്ള സ്കൂള്. ഈ 3 സ്കൂളുകളും 3 PHSCകൾക്കുമായിട്ട് വീതിച്ചു കൊടുത്തിട്ടും അതേ ആ സ്കൂളിൽ തന്നെ ചെന്ന് വാക്സിൻ കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് പുറമെ നഗരസഭയിലെ 15നും 18നും ഇടയിലുള്ള മുഴുവൻ കുട്ടികൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വാക്സിൻ എത്തിച്ചു നൽകാനും പദ്ധതിയുണ്ട്. എല്ലാ വിദ്യാർത്ഥികളിലേക്കും വാക്സിൻ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നഗരസഭ നീങ്ങുന്നത്. സിജോബി ജോൺ, ന്യൂസ് 18, കൊച്ചി. മറ്റു വാർത്തകളിലേക്ക്. നടിയെ ആക്രമിച്ച കേസിൽ ജയിലിലുള്ള പ്രതികളെ ചോദ്യം ചെയ്യാൻ അനുമതി തേടി അന്വേഷണ സംഘം ഉടൻ കോടതിയിൽ അപേക്ഷ നൽകും. 1ാം പ്രതി പൾസർ സുനിയെയും വിജീഷിനെയുമാണ് ഉടൻ ചോദ്യം ചെയ്യുക. ബാലചന്ദ്രകുമാറിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയ ശേഷമാകും തുടർ നടപടികൾ. 3 സംഘങ്ങളായി തിരിഞ്ഞ് അന്വേഷണം നടത്താനാണ് ഉന്നതതല യോഗത്തിലെ തീരുമാനം. പൾസർ സുനിയുമായി ദിലീപിന് അടുത്ത ബന്ധമുണ്ടെന്നതിലും നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ ദിലീപിന്റെ കൈവശമുണ്ടെന്ന ആരോപണത്തിലും തുടരന്വേഷണം കേന്ദ്രീകരിക്കാനാണ് തീരുമാനം. നിലവിൽ 2 തവണ അന്വേഷണ സംഘം സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ മൊഴിയെടുത്തിട്ടുണ്ട്.
ബുധനാഴ്ച ബാലചന്ദ്രകുമാറിന്റെ രഹസ്യമൊഴി കോടതിയും രേഖപ്പെടുത്തും. പൾസർ സുനിക്കൊപ്പം അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്ന വിജീഷ് ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് കാവ്യമാധവന്റെ ഉടമസ്ഥതയിലുള്ള ലക്ഷ്യയിലെത്തിച്ച ആളാണ്. ഇവരെ ചോദ്യം ചെയ്തതിനു ശേഷമാകും ദിലീപിനെ ചോദ്യം ചെയ്യുക. ഈ മാസം 20-ന് മുൻപ് തുടരന്വേഷണ റിപ്പോർട്ട് കൈമാറാനാണ് വിചാരണ കോടതി നിർദ്ദേശം. നിലവിൽ ഇതനുസരിച്ച് കാര്യങ്ങൾ വേഗത്തിലാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെയും നീക്കം. ഫെബ്രുവരി 16-ന് മുൻപ് വിചാരണ അവസാനിപ്പിച്ച് കേസിൽ വിധി പറയണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശമുള്ളതിനാലാണ് ഉടൻ തുടരന്വേഷണ റിപ്പോർട്ട് നൽകാൻ വിചാരണ കോടതി ആവശ്യപ്പെട്ടത്. അതേസമയം തുടരന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ വിചാരണ 6 മാസം കൂടി നീട്ടണമെന്ന സർക്കാരിന്റെ ആവശ്യവും സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. ന്യൂസ് 18 കൊച്ചി. ആരോഗ്യവകുപ്പ് ആസ്ഥാനത്ത് നിന്ന് കാണാതായത് നിർണായക ഫയലുകളെന്ന് സൂചന. ആരോഗ്യവകുപ്പിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഫയലുകളാണ് നഷ്ടപ്പെട്ടവയിൽ അധികവും. വകുപ്പിലെ ക്രമക്കേടുകളെക്കുറിച്ച് നേരത്തെ നടന്ന അന്വേഷണങ്ങളെക്കുറിച്ചുള്ള ഫയലുകളും നഷ്ടമായിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് ആസ്ഥാനത്ത് നിന്ന് കാണാതായ 500ഓളം ഫയലുകളിൽ ഭൂരിഭാഗവും നിർണായക ഫയലുകൾ. മെഡിക്കൽ ഉപകരണങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടവയാണ് കൂടുതലായും നഷ്ടപ്പെട്ടത്. ആശുപത്രികളിലേക്ക് ആവശ്യമായ മരുന്നുകൾ, സർജിക്കൽ വസ്തുക്കൾ തുടങ്ങിയവയുടെ കണക്കും വിവരങ്ങളും അടങ്ങുന്ന ഫയലുകളും ഇതിൽ ഉൾപ്പെടുന്നു. നേരത്തെ വകുപ്പിൽ നടന്ന ക്രമക്കേടുകൾ അന്വേഷിച്ചതിന്റെ റിപ്പോർട്ടും വിവിധ സ്ഥാപനങ്ങളിലെ ഓഡിറ്റ് റിപ്പോർട്ടുകളും കാണാതായവയിലുണ്ട്. മരുന്നുകളും മറ്റു വസ്തുക്കളും വാങ്ങാൻ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കൈമാറാനായി തയ്യാറാക്കിയവ, വാങ്ങലിന് അനുമതിക്കായുള്ളവ, അടിയന്തര ഘട്ടങ്ങളിൽ നേരിട്ട് വാങ്ങുന്നതിനായുള്ളവ തുടങ്ങി ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട ഫയലുകളും കാണാതായിട്ടുണ്ട്. 1 വർഷം മുതൽ ദീർഘകാലം വരെ ഫയലുകൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇങ്ങനെ സുരക്ഷിതമായി വെക്കേണ്ട ഫയലുകളാണ് ആരോഗ്യവകുപ്പ് ആസ്ഥാനത്തെ അലമാരയിൽ നിന്ന് നഷ്ടമായത്. ആരോഗ്യവകുപ്പ് ഡയറക്ടർ നൽകിയ പരാതിയിൽ ഫയലുകൾ മോഷണം പോയതായി പറയുന്നില്ലെന്നാണ് പോലീസിന്റെ വാദം. ഫയലുകൾ കാണാതായെന്നാണ് പരാതി. അതിനാൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് ഉത്തർപ്രദേശിലേക്കാണ്. സംസ്ഥാന ഭരണം നിലനിർത്തുക എന്നതിനപ്പുറം ദേശീയ രാഷ്ട്രീയത്തിന്റെ ഗതി കൂടി നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പാണ് BJPക്ക് UPയിലേത്. കരുത്തുകാട്ടാൻ SP-യും കോൺഗ്രസും പോരിനിറങ്ങുമ്പോൾ BSPക്ക് ഇത്തവണ നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. UP പിടിച്ചാൽ രാജ്യം പിടിക്കാമെന്നാണ് രാഷ്ട്രീയത്തിലെ ചൊല്ല്. അതുകൊണ്ട് തന്നെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി പോരാട്ടമായാണ് ഹിന്ദി ഹൃദയഭൂമിയിലെ തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഭരണത്തിനപ്പുറം BJPയുടെ ദേശീയ തലത്തിലുള്ള പ്രതിച്ഛായ കൂടിയാകും തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കുക. കോവിഡ് 2ാം തരംഗത്തിൽ ദേശീയ തലത്തിൽ വാർത്താകേന്ദ്രമായിരുന്നു UP. ഗംഗാ നദിയിലൂടെ മൃതദേഹങ്ങൾ ഒഴുകിയതും നദിയിലേക്ക് മൃതദേഹം വലിച്ചെറിയുന്നതും കൂട്ടിയിട്ട് കത്തിച്ചതുമെല്ലാം സർക്കാർ പരാജയമാണെന്ന വിമർശനങ്ങൾക്ക് ഇടയാക്കി. കർഷക സമരം, തൊഴിലില്ലായ്മ എന്നിവയിലെ നിലപാടുകളും വിമർശിക്കപ്പെട്ടു. കേന്ദ്ര പദ്ധതികൾ ഉൾപ്പെടെ UPയുടെ മുഖച്ഛായ മാറ്റിയെന്ന അവകാശവാദവുമായാണ് യോഗി വീണ്ടും പോരിനിറങ്ങുന്നത്. ഇരട്ട എഞ്ചിൻ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്നാണ് തെരഞ്ഞെടുപ്പിനെ സ്വാഗതം ചെയ്ത് യോഗി പറയുന്നത്. മറുവശത്ത് കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, ബഹുജൻ സമാജ്വാദി പാർട്ടി എന്നിങ്ങനെ ഒരു നിര തന്നെയുണ്ട്. എന്നാൽ പ്രതിപക്ഷത്തിന്റെ അനൈക്യത്തിലും BJPക്കാണ് പ്രതീക്ഷ. മാസങ്ങൾക്ക് മുമ്പ് തന്നെ അഖിലേഷ് യാദവ് പ്രചാരണം ആരംഭിച്ചിരുന്നു. തൃണമൂലുമായി സഖ്യചർച്ചകളും നടത്തുന്നുണ്ട്. ശിവസേന, NCP, DMK പാർട്ടികൾ ഒപ്പമുണ്ടെങ്കിലും SP-യുടെ കരുത്ത് കോൺഗ്രസിനുണ്ടാകില്ലെന്നാണ് വിലയിരുത്തൽ. അസ്തിത്വ പ്രതിസന്ധി നേരിടുന്ന BSPക്കും ജനവിധി നിർണായകമാകും. KP അഭിലാഷ്, ന്യൂസ് 18 ഡൽഹി. തെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഭരിക്കുന്ന ഏക സംസ്ഥാനം പഞ്ചാബാണ്. കർഷക സമരമാകും സംസ്ഥാനത്തെ പ്രചാരണത്തിന്റെ കേന്ദ്രബിന്ദു. BJPയും കോൺഗ്രസും നേർക്കുനേർ പോരാടുന്ന ഉത്തരാഖണ്ഡിലും ഗോവയിലും പാർട്ടികൾക്കുള്ളിലെ ആഭ്യന്തര കലഹവും ഫലത്തെ സ്വാധീനിക്കും. മണിപ്പൂരിൽ BJPയും കോൺഗ്രസും പ്രധാന കക്ഷികളാണെങ്കിലും NPPയും NPFും ആര് ഭരിക്കുമെന്നതിൽ നിർണായകമാകും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനിടെയുണ്ടായ സുരക്ഷാ വീഴ്ച രാഷ്ട്രീയ ചർച്ചകളിലേക്ക് വഴിമാറിയ സാഹചര്യത്തിൽ പഞ്ചാബ് തെരഞ്ഞെടുപ്പും ദേശീയ ശ്രദ്ധ ആകർഷിക്കുകയാണ്. അമരീന്ദർ സിംഗിന്റെ രാജിക്ക് പിന്നാലെ നവ്ജോത് സിംഗ് സിദ്ധുവിനെ അനുനയിപ്പിച്ചും ചരൺജിത് സിംഗ് ചന്നിയെ മുഖ്യമന്ത്രിയാക്കിയും പ്രശ്നങ്ങൾ പരിഹരിച്ചാണ് കോൺഗ്രസ് കളത്തിലിറങ്ങുന്നത്. കോൺഗ്രസ് വിട്ട അമരീന്ദറിനെ ഒപ്പം നിർത്തി BJPയും കരുക്കൾ നീക്കുന്നു. കർഷക സമരത്തിന്റെ ശക്തി കേന്ദ്രത്തിൽ കർഷക സംഘടനകളും AAPയും ശക്തമായ പോരാട്ടത്തിനിറങ്ങുമ്പോൾ വോട്ട് വിഹിതം ആരെ തുണയ്ക്കും എന്നതിലാണ് ആശയക്കുഴപ്പം. 5 വർഷത്തിനിടെ 3ാമത്തെ മുഖ്യമന്ത്രിയുമായി ഉത്തരാഖണ്ഡിൽ BJP മത്സരിക്കുമ്പോൾ ഹരീഷ് റാവത്തിന്റെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് പോരിനിറങ്ങുന്നത്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ടും കോൺഗ്രസിന് ഭരണത്തിലേറാൻ പറ്റാതിരുന്ന മണിപ്പൂരിൽ
NPPയും NPFും ആരു ഭരിക്കും എന്നതിൽ ഇത്തവണയും നിർണായകമാകും. 5 വർഷത്തിനിടെ 15 MLAമാർ കൂറുമാറിയതിന്റെ ക്ഷീണമുണ്ട് ഗോവയിൽ കോൺഗ്രസിന്. അധികാരത്തിലിരിക്കുന്ന BJPക്കും സംഘടനാ പ്രശ്നങ്ങൾ തന്നെയാണ് തലവേദന. ന്യൂസ് 18 ഡൽഹി. ഹൈദരാബാദിൽ നടക്കുന്ന CPM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് അവസാനിക്കും. 23ാമത് പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കേണ്ട കരട് രാഷ്ട്രീയ പ്രമേയത്തിന് അംഗീകാരം നൽകുകയാണ് പ്രധാന അജണ്ട. കരട് രാഷ്ട്രീയ പ്രമേയത്തിന്മേൽ നടന്ന ചർച്ചകൾക്ക് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഇന്ന് മറുപടി പറയും. 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സാഹചര്യം കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് ചർച്ച ചെയ്യും. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പ്രാദേശിക കക്ഷികളുമായി സഖ്യമോ ധാരണയോ ഉണ്ടാക്കുന്നത് സംബന്ധിച്ചും ചർച്ചയുണ്ടാകും. യമനിൽ ഹൂതി വിമതർ തട്ടിയെടുത്ത കപ്പലിലുള്ള മലയാളികളുടെ കുടുംബങ്ങൾ ആശങ്കയിൽ. ഒരാഴ്ച മുൻപ് തട്ടിയെടുത്ത കപ്പലിൽ ആലപ്പുഴ ചേപ്പാട് സ്വദേശി അഖിൽ അടക്കം 2 മലയാളികളുണ്ട്. അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് വിദേശകാര്യമന്ത്രിക്ക് AM ആരിഫ് MP കത്ത് നൽകി. യമന്റെ പടിഞ്ഞാറൻ തീരമായ അൽഹുദയ്ക്ക് സമീപത്തു നിന്നാണ് UAEയുടെ ചരക്ക് കപ്പൽ ഹൂതി വിമതർ തട്ടിക്കൊണ്ടുപോയത്. യമനിലെ സൊക്കോത്ര ദ്വീപിലേക്ക് സൗദിയിലെ ജിസാൻ തുറമുഖത്തു നിന്ന് ആശുപത്രി ഉപകരണങ്ങളുമായി എത്തിയതായിരുന്നു കപ്പൽ. കപ്പലിലെ സെക്കൻഡ് എഞ്ചിനീയർ ആയിരുന്നു അഖിൽ. ഞായറാഴ്ച രാത്രി സംസാരിച്ചതാണെന്നും പിന്നൊരു വിവരവുമില്ലെന്നും അമ്മ ശോഭ പറഞ്ഞു. ബഹുമാനപ്പെട്ട അധികാരികളെല്ലാവരും ചേർന്ന് എൻ്റെ മകനെ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ മുന്നിലെത്തിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുന്ന അമ്മയെന്നുള്ള എനിക്ക് ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. മോനെ നഷ്ടപ്പെട്ടതുപോലിരിക്കുന്നതാണ്. എനിക്കതിൻ്റെ സൗണ്ടൊന്നും കേൾക്കാൻ പോലും പറ്റുന്നില്ല. അതിന് വേണ്ട നടപടി സ്വീകരിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുവാണ്. ഇവരെ മോചിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് AM ആരിഫ് MP വിദേശകാര്യമന്ത്രിയായ ഡോക്ടർ S ശങ്കറിനും V മുരളീധരനും കത്ത് നൽകി. അഖിൽ ജോലി ചെയ്യുന്ന ഷിപ്പിംഗ് കമ്പനിയിലാണ് സഹോദരൻ രാഹുലും ജോലി ചെയ്യുന്നത്. രാഹുലിനും സഹോദരനെ സംബന്ധിച്ച വിവരമൊന്നും ലഭിച്ചിട്ടില്ല. രണ്ടാമത്തെ ദിവസം മൂത്ത മോൻ പറയുന്നുണ്ട് അവർ സെയിലിന് പോയിരിക്കുകയാണെന്ന്. ഞങ്ങളൊരു 3 ദിവസത്തേക്ക് മുമ്പ് അറിയുന്നത്. മോൻ അതേ കമ്പനിയിൽ തന്നെ മറ്റൊരു ഷിപ്പിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം അവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ ഈ വിവരം അറിഞ്ഞു. കമ്പനിക്കാരും പറയുന്നില്ല എവിടെയാണെന്നുള്ളതൊന്നും പറയുന്നില്ല. മറ്റൊരു മലയാളിയെക്കുറിച്ചും മറ്റു 2 ഇന്ത്യക്കാരെക്കുറിച്ചും യാതൊരു സൂചനയും ലഭിച്ചിട്ടില്ല. ന്യൂസ് 18 ആലപ്പുഴ. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് നവജാത ശിശുവിനെ കടത്തിക്കൊണ്ടുപോയ സംഭവം വാർത്തകളിൽ ഇടം പിടിക്കുമ്പോൾ മകനെ ഓർത്ത് ഹൃദയവേദനയോടെ കഴിയുകയാണ് ആലപ്പുഴ വാടക്കലിലെ ദമ്പതികൾ. 2 പതിറ്റാണ്ട് മുൻപ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് 3 ദിവസം പ്രായമായ മകനെ കടത്തിക്കൊണ്ടുപോയ സംഭവം ഓർത്ത് നെടുവീർപ്പിടുകയാണ് പുത്തൻപിള്ളിയിൽ ധർമ്മരാജനും ഭാര്യ പ്രസന്നയും. 1999 മാർച്ച് 30-നാണ് പ്രസന്ന ഇന്നത്തെ ജനറൽ ആശുപത്രിയായ പഴയ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരാൺകുഞ്ഞിന് ജന്മം നൽകുന്നത്. തൊട്ടടുത്ത ദിവസം ഡിസ്ചാർജ് ചീട്ട് കൈപ്പറ്റുന്നതിനായി അമ്മൂമ്മ വത്സല കുഞ്ഞിനോടൊപ്പം കൗണ്ടറിനടുത്തേക്ക് എത്തി. അപ്പോഴാണ് ഒരു നേഴ്സ് എത്തി കുട്ടിക്ക് സുഖമില്ലെന്നും വേഗം ഡോക്ടറെ കാണിക്കണമെന്നും വത്സലയോട് പറഞ്ഞത്. പിന്നീടുണ്ടായത് കുഞ്ഞിന്റെ അച്ഛൻ ധർമ്മരാജൻ പറയും. നേഴ്സിന്റെ വേഷത്തിൽ അവിടെ 3 ദിവസമായിട്ട് കറങ്ങുന്ന ഒരു സ്ത്രീയായിരുന്നു. അപ്പോൾ അവര് കുട്ടിയെ കൊണ്ട് ഡോക്ടറിൻ്റെ വീട്ടിൽ കൊണ്ടിരുത്തിയിട്ട് അമ്മയുടെ അടുത്ത് പറഞ്ഞ് പോയി ചീട്ട് എടുത്തിട്ടോ ഞാൻ കുട്ടിയെ പിടിച്ചോണ്ടിരുന്നോളാന്ന് പറഞ്ഞിട്ട് ഡോക്ടറിൻ്റെ വീട്ടിൽ ചെന്നിട്ട് അമ്മേനെ ചീട്ടെടുക്കാൻ പറഞ്ഞു വിട്ട്. അപ്പോൾ അമ്മ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് അവരവിടെ ഇല്ല. അവർ കുട്ടിയെ കൊണ്ട് അപ്പോൾ അവിടെ ഇരുന്നവരാ പറഞ്ഞത് പുറത്തൊരു വെള്ളക്കാറിനകത്ത് അവരാ കുട്ടീനെ കൊണ്ട് പോയെന്ന് പറഞ്ഞു. കുട്ടിയുമായി കടന്നു കളഞ്ഞ സ്ത്രീ എറണാകുളം രജിസ്ട്രേഷൻ കാറിൽ ചങ്ങനാശ്ശേരി ഭാഗത്തേക്ക് പോയതായി വിവരം ലഭിച്ചു. പിന്നൊന്നും അറിഞ്ഞിട്ടില്ല. അവിടെ പറഞ്ഞിട്ട് അവർ സമ്മതിച്ചില്ല. പോലീസ് സ്റ്റേഷനിൽ പോകണമെന്ന് പറഞ്ഞ് അത് ഒരുപാട് സമയമെടുത്ത് അവിടെ ചെന്നിട്ട് തിരിച്ച് വന്ന് കുറേ കഴിഞ്ഞാണ് അവർ പോലീസ് അന്വേഷിച്ചത്. പിന്നെ 1 വർഷത്തോളം ഇങ്ങനെ അവരുടെ എന്തുണ്ടായിരുന്നു. പിന്നെ അവർ 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അത് എഴുതി തള്ളിയെന്നും പറഞ്ഞുകൊണ്ട് തന്നിട്ടുണ്ട്. പോലീസ് കേസെടുത്തെങ്കിലും അന്വേഷണം ഫലം കണ്ടില്ല. 20 വർഷത്തിന് ശേഷം കുഞ്ഞിനെയോ ആ സ്ത്രീയെയോ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുമോ എന്ന് ഈ രക്ഷകർത്താക്കൾക്ക് അറിയില്ല. എങ്കിലും ഓരോ യാത്രയിലും ഈ 2 മുഖങ്ങൾ തിരയുകയാണ് ധർമ്മരാജനും പ്രസന്നയും. ന്യൂസ് 18 ആലപ്പുഴ. കൂടുതൽ വാർത്തകളിലേക്ക്. പാലക്കാട് മന്തത്തുകാവിൽ യുവതിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്കായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി. ഇന്നലെയാണ് ചെമ്മണാമ്പതി സ്വദേശി ജാൻ ബീവിയെ റോഡരികിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഇവരോടൊപ്പം താമസിച്ചിരുന്ന അയ്യപ്പൻ എന്ന ബഷീറിനെയാണ് പോലീസ് സംശയിക്കുന്നത്. ഒളിവിൽ പോയ ഇയാൾ തമിഴ്നാട്ടിലേക്ക് കടന്നതായാണ് സൂചന. സംഭവ ദിവസം ഇരുവരും വഴക്കിടുന്നത് കണ്ടവരുണ്ട്. 10 വർഷത്തോളമായി ഒരുമിച്ച് കഴിയുന്ന 2 പേരും വഴക്കിടുന്നത് പതിവാണെന്നും നാട്ടുകാർ പറയുന്നു.
വാടകയ്ക്ക് നൽകിയ കടമുറികളിലെ സ്ത്രീ ജീവനക്കാർക്ക് ശുചിമുറി സൗകര്യം നിഷേധിക്കുന്നതായി പരാതി. കൊച്ചി കടവന്ത്ര റീജിയണൽ സ്പോർട്സ് സെന്ററിനെതിരെയാണ് ആരോപണം. ശുചിമുറിയിലേക്കുള്ള ഗേറ്റ് പൂട്ടിയതോടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ സൗകര്യമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ജീവനക്കാർ. കടവന്ത്ര റീജിയണൽ സ്പോർട്സ് സെന്റർ കെട്ടിടത്തിലെ വിവിധ സ്ഥാപനങ്ങളിലായി 10-ലധികം സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട്. ശുചിമുറി സൗകര്യം നിഷേധിക്കപ്പെട്ടതോടെ ബുദ്ധിമുട്ടിലായത് രാവിലെ 8:30 മുതൽ രാത്രി വരെ ജോലി ചെയ്യുന്ന സ്ത്രീകളാണ്. മൺഡേ തൊട്ട് ഞങ്ങൾക്ക് അലൗഡ് അല്ലായിരുന്നു. ഒത്തിരി ഞങ്ങൾ പറഞ്ഞിട്ട് അവർ കേട്ടില്ല. സാറിനെ പോയി സംസാരിച്ചു, എല്ലാം ചെയ്തിട്ട് സാർ സംസാരിച്ചില്ല. ഞങ്ങൾ കുറേ ലേഡീസ് ഉണ്ട്, എല്ലാവർക്കും അസുഖമുള്ളവരാണ്. സാറിനോട് റിക്വസ്റ്റ് ചെയ്യുക, ഞങ്ങളെ ലേഡീസിനെങ്കിലും വിടാൻ പറഞ്ഞു. സാർ പറഞ്ഞു പറ്റില്ല, കളക്ടർ ഓർഡർ ഉണ്ടെന്നാ പറഞ്ഞു. കടവന്ത്ര റീജിയണൽ സ്പോർട്സ് സെന്റർ സെക്രട്ടറി SAS നവാസിന്റെ നിർദ്ദേശപ്രകാരമാണ് ശുചിമുറി സൗകര്യം നിഷേധിച്ചത് എന്നാണ് പരാതി. ഇതിനെതിരെ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് BJP. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് സ്ത്രീകൾക്ക് ശുചിമുറി സൗകര്യം നിഷേധിക്കുന്നത് എന്നായിരുന്നു സെക്രട്ടറിയുടെ വിശദീകരണം. എന്നാൽ കളക്ടർ ഉത്തരവുകളൊന്നും നൽകിയിട്ടില്ലെന്ന് അന്വേഷണത്തിൽ വ്യക്തമായെന്ന് BJP പറയുന്നു. ഇത്തരത്തിൽ സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കളക്ടർ എന്ന് പറയുന്നത് സ്വച്ഛ ഭാരതിന്റെ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അത്രയും വലിയൊരു മിഷനൊക്കെ ഏറ്റെടുത്ത് കൊണ്ടുപോകുന്ന ഒരു കളക്ടർ സ്ത്രീകളോട് ഇത് ഉപയോഗിക്കരുതെന്ന് പറയുന്നതിന്റെ ധാർമ്മികത അത് അന്വേഷിക്കുകയാണ് BJP. തീർച്ചയായിട്ടും ഇവർക്ക് ഈ സൗകര്യം തിരിച്ച് പുനഃസ്ഥാപിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം കൂടി BJP ഏറ്റെടുത്തിരിക്കുകയാണ്. പൊതു ശുചിമുറി സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോഴാണ് സർക്കാരിനു കൂടി ഉടമസ്ഥാവകാശമുള്ള റീജിയണൽ സ്പോർട്സ് സെന്റർ അധികൃതർ സ്ത്രീകൾക്ക് ശുചിമുറി സൗകര്യം നിഷേധിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. പാലക്കാട് നഗരസഭയിലെ ശേഖരിപുരം ഗണേഷ് നഗർ റോഡിന് ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട സംയുക്ത സേനാ മേധാവി ബിപിൻ റാവത്തിന്റെ പേര് നൽകാൻ തീരുമാനം. ബിപിൻ റാവത്തിനും അപകടത്തിൽ കൊല്ലപ്പെട്ട മറ്റു സൈനികർക്കും ആദരവർപ്പിച്ചാണ് റോഡ് പുനർനാമകരണം ചെയ്യുന്നത്. പാലക്കാട് മലമ്പുഴ നൂറടി റോഡിൽ നിന്നും ശേഖരിപുരത്തേക്ക് പോകുന്ന ശേഖരിപുരം ഗണേഷ് നഗർ റോഡാണ് ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട സംയുക്ത സേനാ മേധാവി ബിപിൻ റാവത്തിന്റെ പേരിൽ പുനർനാമകരണം ചെയ്യുന്നത്. മലമ്പുഴ റോഡിൽ നിന്നും ശേഖരിപുരത്തേക്ക് കടക്കുന്ന 2 വഴികളും അനുബന്ധ റോഡുകളുമാണ് ബിപിൻ റാവത്തിന്റെ പേരിൽ അറിയപ്പെടുക. അത് അദ്ദേഹത്തിന്റെ അപകട മരണത്തെ തുടർന്ന് നമ്മുടെ ഈ റെസിഡൻഷ്യൽ അസോസിയേഷനിലെ ഭാരവാഹികളാണ് ആവശ്യപ്പെട്ടത്. ഇത്തരത്തിൽ ആദ്യമായിട്ടൊരു നാമകരണം ഈ റോഡിന് ചെയ്ത് കിട്ടണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 130 അന്തേവാസികൾ വരുന്ന അടങ്ങുന്ന ഒരു റെസിഡൻഷ്യൽ അസോസിയേഷൻ്റെ ഭാഗമാണ് ഈ പ്രദേശം. അതുകൊണ്ട് അത്തരത്തിലൊരു അവരുടെ ആവശ്യം മുൻനിർത്തിയാണ് കൗൺസിൽ ഈ വിഷയം ഉന്നയിപ്പിച്ചതും ഉന്നയിച്ച ശേഷം അത് അംഗീകാരം വാങ്ങിയെടുത്തതും. ഇത് സംബന്ധിച്ച് സ്മിതേഷ് അവതരിപ്പിച്ച പ്രമേയത്തിന് നഗരസഭ അംഗീകാരം നൽകി. അടുത്ത ദിവസം തന്നെ പുനർനാമകരണം നടക്കുമെന്ന് നഗരസഭ വ്യക്തമാക്കി. പഠാൻകോട്ടിൽ വീരമൃത്യു വരിച്ച ലഫ്റ്റനന്റ് കേണൽ EK നിരഞ്ജന്റെ പേരിലും പാലക്കാട് നഗരത്തിൽ റോഡുണ്ട്. പാലക്കാട് സ്റ്റേഡിയം IMA ബൈപ്പാസ് റോഡാണ് ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജന്റെ പേരിൽ അറിയപ്പെടുന്നത്. ന്യൂസ് 18 പാലക്കാട്. വെള്ളായണി പുഞ്ചക്കരിപ്പാടത്ത് ദൃശ്യവിരുന്നൊരുക്കി ദേശാടന പക്ഷികൾ. വർണ്ണക്കൊക്കുകളും വരയൻ പുള്ളും ഇലക്കുരുവിയുമൊക്കെയാണ് പുഞ്ചക്കരിപ്പാടത്തെ പുതിയ അതിഥികൾ. വെള്ളായണിയിൽ ഇത് ദേശാടകരുടെ കാലം. അതിർത്തികളും ഭൂഖണ്ഡങ്ങളും താണ്ടി പറന്നെത്തിയ വിരുന്നുകാരി പക്ഷികളുടെ വിഹാരകേന്ദ്രമാണ് ഇപ്പോൾ വെള്ളായണിക്കായലും പുഞ്ചക്കരിപ്പാടവും. മഞ്ഞ നിറമുള്ള മുഖവും ഇളം റോസ് നിറമുള്ള നീളൻ കാലുകളും സുന്ദരിമാരാണ് പെയിന്റഡ് സ്റ്റോർക്ക് എന്ന വർണ്ണക്കൊക്കുകൾ. ചായമുണ്ടി എന്ന പർപ്പിൾ ഹെറോണും ഇലക്കുരുവികളും യൂറോപ്യൻ ഹോബി എന്ന വരയൻ പുള്ളുമൊക്കെയുണ്ട് ഇക്കൂട്ടത്തിൽ. അപ്പോൾ ഈ വെള്ളായണി പാടങ്ങൾ പ്രത്യേകിച്ചും ഇതുപോലുള്ള വെള്ളക്കെട്ടുകൾ കായലും എല്ലാം കൂടി ചേർന്ന് കിടക്കുന്ന ഈ ഒരിടത്ത് ഇപ്പം നമ്മൾ ഇപ്പോൾ 2-3 ദിവസങ്ങളായിട്ട് വന്ന നമ്മുടെ ഒരു വിസിറ്റിൽ അത്യാവശ്യം ഫാൽക്കൺസ്, പിന്നെ വാർബ്ലേഴ്സ് എന്ന് പറഞ്ഞ ഇലക്കുരുവികൾ, അവരെ ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. നല്ല ചിത്രങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടൂ. പിന്നെ അതുപോലെ കൊക്കുകളുടെ തന്നെ വർഗ്ഗത്തിൽപ്പെട്ട ഒരുപാട് നമുക്ക് ഇതുപോലെ ദേശാടനം നടത്തി വരുന്നവരെയൊക്കെ കണ്ടു. വിരുന്നുകാർക്ക് കൂട്ടായി സ്വന്തം നാട്ടിൽ ചോരക്കാലിയും.
ചൂളൻ എരണ്ടയും കന്യാസ്ത്രീക്കൊക്കും കഷണ്ടിക്കൊക്കുകളും ചേരുമ്പോൾ വെള്ളായണിയുടെ മാനവും കാഴ്ചക്കാരുടെ മനവും നിറയും. ന്യൂസ് 18 തിരുവനന്തപുരം. വന്യമൃഗശല്യത്താൽ പൊറുതിമുട്ടി ഇടുക്കി ഡാം ടോപ്പിലെ കുടുംബങ്ങൾ കൃഷി ഉപേക്ഷിക്കുന്നു. കാന്താരി മുളക് പോലും കൃഷി ചെയ്യാൻ സാധിക്കാതെ ദുരിതത്തിലാണ് ഇവിടുത്തെ 20ഓളം കുടുംബങ്ങൾ. ഇടുക്കി ഡാം ടോപ്പിലെ 20ഓളം കുടുംബങ്ങൾ കാട്ടുമൃഗശല്യം മൂലം കൃഷി ഉപേക്ഷിക്കുന്ന സാഹചര്യത്തിലാണ്. കാട്ടുപന്നിയും മുള്ളംപന്നിയും കുരങ്ങുകളുമാണ് ഏറ്റവും അധികം കർഷകരെ ദ്രോഹിക്കുന്നത്. ഇതുമൂലം കൊക്കോ, വാഴക്കുല, തേങ്ങ ഉൾപ്പെടെ വിളകളൊന്നും ലഭിക്കുന്നില്ലെന്ന് കർഷകർ പറയുന്നു. ഒരു സാധനം കിട്ടില്ല. കാട്ടുപന്നിയുടെ ശല്യം അതിലപ്പുറം. രാത്രിയിൽ നിന്ന് കിടന്നുറങ്ങാൻ പോലും പറ്റില്ല. ഈ കുരങ്ങെല്ലാം കൂടെ ഇവിടെ വന്നു കിടക്കുമ്പോൾ അന്നിച്ച് രാത്രി കിടന്ന് കാർച്ചയും പട്ടിയൂര് ഭയങ്കര ശല്യം എന്ന് പറഞ്ഞു. ഭയങ്കര ശല്യം. ഞങ്ങൾ പെരയുടെ ഷീറ്റൊന്നുമില്ല. 30 സെന്റ് മുതൽ 1 ഏക്കർ വരെ മാത്രം ഭൂമിയുള്ള നാമമാത്ര കർഷകരാണ് ഇവിടെയുള്ളത്. തൊഴിലുറപ്പ് ജോലിയും കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ വരുമാനവുമാണ് ഈ കുടുംബങ്ങളുടെ ജീവിതമാർഗം. കാട്ടുമൃഗങ്ങളുടെ ശല്യം ശക്തമായ സാഹചര്യത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചെങ്കിലും പ്രദേശത്ത് സന്ദർശനം നടത്താൻ പോലും അധികൃതർ തയ്യാറായില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി കർഷകരെ കാട്ടുമൃഗ ശല്യത്തിൽ നിന്നും രക്ഷപ്പെടുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. ഇനി കായിക വാർത്തകൾ. പ്രതിസന്ധികളെ മറികടന്നുകൊണ്ടുള്ള അസാമാന്യ പ്രകടനത്തിനാണ് ഇന്നലെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം സാക്ഷിയായത്. കാഞ്ഞിരംകുളം സ്വദേശി ഇന്ദ്രനാഥനാണ് 800 മീറ്റർ ഓട്ടത്തിൽ വേറിട്ട പ്രകടനത്തിലൂടെ 1ാം സ്ഥാനത്തെത്തിയത്. തിരുവനന്തപുരം ജില്ലാ ഒളിമ്പിക് ഗെയിംസിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ 16കാരൻ ട്രാക്കിലിറങ്ങിയത്. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും സ്വപ്നങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറല്ല ഇന്ദ്രനാഥൻ. സ്വന്തമായി സ്പൈക്സ് വാങ്ങാൻ കഴിയാത്തത് ഈ 16കാരന്റെ ട്രാക്കിലെ കുതിപ്പിന് തടസ്സമായില്ല. തിരുവനന്തപുരം ജില്ലാ ഒളിമ്പിക് ഗെയിംസിന്റെ ഭാഗമായി ട്രാക്കിലിറങ്ങിയ ഇന്ദ്രനാഥൻ വെറും 2 മിനിറ്റ് കൊണ്ടാണ് 800 മീറ്റർ പൂർത്തിയാക്കിയത്. 4 വർഷം മുമ്പ് കായിക താരമാകണമെന്ന അതിയായ മോഹവുമായി ഇന്ദ്രനാഥൻ പരിശീലനം ആരംഭിച്ചു. സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ 1 മിനിറ്റ് 58 സെക്കൻഡ് കൊണ്ട് ഓട്ടം പൂർത്തിയാക്കി സ്വർണ്ണ മെഡൽ സ്വന്തമാക്കി. സൗത്ത് സോൺ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ വെള്ളിയും നേടിയിട്ടുണ്ട്. ജൂനിയർ നാഷണൽ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലും മികച്ച പ്രകടനം പുറത്തെടുത്തു. ഇതിനുശേഷമാണ് ഇന്ദ്രനാഥൻ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലെ ട്രാക്കിൽ ഇറങ്ങിയത്. ഞാൻ ഒരുപാട് കഷ്ടപ്പാടിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ ഇത്രയും ഒരു നിലയിൽ ഞാൻ എത്തി നിൽക്കുന്നതിന് കാരണം എൻ്റെ സാറന്മാരാണ്. അവരെ സപ്പോർട്ട് കാരണമാണ് ഞാൻ ഈ ഒരു നിലയിൽ നിൽക്കുന്നത്. നല്ല രീതിയിൽ ഓടണം, നാഷണൽ മെഡൽ വരണം, ഇങ്ങനെ ആ ഒരു ഇതിൽ പോകാനാണ് എൻ്റെ ഒരു ആഗ്രഹം. കാഞ്ഞിരംകുളം സ്വദേശി സുബിൻ GSന്റെ കീഴിലാണ് ഇന്ദ്രനാഥൻ പരിശീലനം നടത്തുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. ISLൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങും. ഹൈദരാബാദിനെതിരായ ഇന്നത്തെ മത്സരം വിജയിച്ചാൽ പോയിന്റ് പട്ടികയിൽ ബ്ലാസ്റ്റേഴ്സ് 1ാമതെത്തും. ISLന്റെ 8ാം സീസണിൽ തോൽവി കണക്കിൽ ഏറ്റവും പിന്നിലുള്ള ടീമുകളാണ് ബ്ലാസ്റ്റേഴ്സും ഹൈദരാബാദും. 9 മത്സരങ്ങൾ വീതം കളിച്ച ഇരു ടീമുകളും ഓരോ തോൽവി മാത്രമാണ് വഴങ്ങിയത്. പോയിന്റ് പട്ടികയിൽ ഹൈദരാബാദ് 2ാം സ്ഥാനത്തും ബ്ലാസ്റ്റേഴ്സ് 5ാം സ്ഥാനത്തുമാണ്. രാത്രി 7:30-ക്കാണ് പോരാട്ടം. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം.news18.com